പാദങ്ങൾക്ക് മുന്നിൽ സാദര പ്രണാമം. വേദിയിലെ മറ്റു മാനനീയ പ്രമുഖരെ, ആരാധ്യരായ പ്രിയ സഹപ്രവർത്തകരെ, ഹിന്ദു ഐക്യവേദിയുടെ 21ാം സംസ്ഥാന സമ്മേളനം നേരത്തെ ഹരിച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പ്രൗഢ ഗംഭീരമായ നമ്മുടെ സെമിനാറും അതോടൊപ്പം തന്നെ നമ്മളുടെ കരുത്തും പ്രാധാന്യവും വിളിച്ചോതുന്ന നേതൃസമ്മേളനവും ഒക്കെ കഴിഞ്ഞ് എന്താണോ സെമിനാർ ഭാവിയെ പറ്റി സ്വപ്നം കണ്ടത്, എന്താണോ നേതൃസമ്മേളനത്തിന്റെ ആശകളും ആശങ്കകളും, അത് പൂർത്തീകരിക്കേണ്ട സംഘടനാ സംവിധാനം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി കിട്ടിയ നിർദ്ദേശങ്ങൾ അത് ഇനിയൊരു വർഷം കൊണ്ട് പ്രവർത്തന പഥത്തിൽ എത്തിക്കേണ്ടുന്ന നമ്മുടെ ആ പ്രവർത്തക വൃന്ദം നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 21ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വൈക്കത്തപ്പന്റെ തിരുനടയിൽ ചരിത്രം ഉറങ്ങാൻ പാടില്ലല്ലോ അല്ലെ, ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പറഞ്ഞു തരുന്ന വൈക്കത്തപ്പന്റെ തിരുനടയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളം നോക്കിക്കടന്നല്ലെങ്കിൽ ഒരു പക്ഷേ പുറത്തേക്ക് പറയുന്നത് എല്ലാ കുഴപ്പവും മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ വർഗീയവാദികൾ എന്നുള്ള ഓമന പേര് കിട്ടിയിട്ടുണ്ട്. കാരണം മതമാണത്ര എല്ലാ പ്രശ്നവും. ചിന്തിച്ചു നോക്കൂ, സനാതനധർമ്മം ഒരിക്കലും അങ്ങനെ ഒരു വിഭാഗത്തിന് വേണ്ടി ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള കലഹങ്ങളും ഈ മണ്ണിൽ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇന്ന് സനാതനധർമ്മത്തിന് വേണ്ടിയോ ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്നവർ മാത്രമാണ് വർഗീയവാദികൾ എന്നുള്ള ആ ഒരു ലേബൽ കുത്തിക്കൊണ്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്നാ ശരി, നമ്മളങ്ങ് മതം പറയാതിരുന്നാൽ ബാക്കി എല്ലാവരും സ്വർഗീയവാദികളും മതേതരവാദികളും ആകുമ്പോൾ നമ്മളങ്ങ് മതം പറയാതിരുന്നാൽ ഈ നാട്ടിൽ മതപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പലപ്പോഴും എന്നോടൊക്കെ ചോദിക്കാറുണ്ട്, എൻ്റെ ടീച്ചറെ ഒരു ടീച്ചറായി പ്രവർത്തിച്ചതല്ലേ, 36 വർഷം ഒരു ടീച്ചറായി പ്രവർത്തിച്ചിട്ട് ടീച്ചർക്ക് എങ്ങനെ തോന്നുന്നു ഈ മതം പറയാമെന്ന്. അത് കേൾക്കുമ്പോൾ ചെറിയൊരു ചിലപ്പോൾ ശരിയാണല്ലോ, ലോകത്ത് ആരും പറയാത്തൊരു കാര്യം, ഈ കേരളത്തിൽ മറ്റാരും ചിന്തിക്കാത്തൊരു കാര്യം നമ്മൾ മാത്രം ചിന്തിക്കുകയും വിഭാഗീയത ഉണ്ടാക്കുകയും സങ്കുചിത മനോഭാവം ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള തോന്നൽ ഇനി നമ്മളിൽ വരികയാണെങ്കിൽ, നമ്മൾ അങ്ങോട്ട് മതം പറയാതിരുന്നാൽ, നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നാൽ, കേരളം വർഗീയമായി വിഭജിക്കപ്പെടില്ല എന്നാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്കത് പറയാൻ പറ്റുമല്ലോ. കാരണം നമുക്ക് ഒന്നിലും അങ്ങനെ നിർബന്ധം മതത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്ത കാര്യം. പക്ഷെ ഒപ്പം അങ്ങനെ ഒരുപാട് പേർ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാകാം. അപ്പൊ നമുക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അറിയാം എന്തുകൊണ്ട് പലരും മുഖ്യധാരയിലേക്ക് വരുന്നില്ല, എന്തുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ ഒരു ചളിപ്പാണ്. അയ്യേ, മതത്തിന് വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതൊരു മോശമല്ലേ എന്നുള്ളൊരു തോന്നലിൽ പലരും മാറി നിൽക്കുന്നുണ്ടാകാം. അങ്ങനെ മാറി നിന്ന് മഹാന്മാരാകണമെന്നും മാറി നിന്ന് സമൂഹത്തിന്റെ സൽപ്പേര് നേടിയൊരു സൽപ്പേര് രാമൻകുട്ടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മളും അങ്ങനെ ഒരു സൽപ്പേര് രാമൻകുട്ടിമാരായി മാറണമെന്നും ഒക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മാറി നിൽക്കാൻ തോന്നുമ്പോൾ നമ്മൾ ഒന്നുകൂടി ആഴത്തി ചിന്തിക്കും അല്ലെ, ഈ മണ്ണിൽ നിന്ന് മതത്തിന്റെ ചിന്തകൾ മാറ്റി നിർത്താൻ കഴിയുമോ? നമ്മൾ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് പോകുമോ? കാരണം ആരുടെയെങ്കിലുമൊക്കെ മതപരമായ ലക്ഷ്യങ്ങൾ അതൊരു പക്ഷേ സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്ന മതത്തിന്റെ ലക്ഷ്യങ്ങളിൽ നിന്ന് കാലം എത്ര പോയാലും അവരൊക്കെ അതിൽ നിന്ന് പിന്നോട്ട് പോകുമോ? അവർ പിന്നോട്ട് പോകാതെ നമുക്ക് മാറാൻ കഴിയൂ? നമ്മൾ ആലോചിച്ച് നോക്കുക. കേരളത്തിന്റെ തെക്ക് വടക്ക് ചിന്തിച്ചാൽ കാസർഗോഡ് ഗണേശന്റെ സന്നിധിയിൽ സ്വന്തം പടക്കോപ്പുകൾ സൂക്ഷിച്ച് അങ്ങ് തെക്ക് അനന്തപത്മനാഭന്റെ കൊടിമരത്തിൽ സ്വന്തം കൊടി കെട്ടണം, അല്ലെ സ്വന്തം കുതിരയെ കെട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച ടിപ്പുവിന്റെ മനസ്സ് ടിപ്പു വീണതോടുകൂടി പോയിട്ടുണ്ടാകുമോ? ആ മനസ്സ് കൂടുതൽ ശക്തമായി പിൻപറ്റുന്ന, ശക്തമായി അതിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന കുട്ടി ടിപ്പുമാരല്ലേ അരിയും മലരും കുന്തിരിക്കവും വാങ്ങിച്ചു വെച്ചോളാം നമ്മളോട് പറഞ്ഞത്? മര്യാദയ്ക്ക് ജീവിച്ചോളാം നമ്മൾ പറഞ്ഞത് ആ കുട്ടി ടിപ്പുമാരാണ്. അനന്തപത്മനാഭന്റെ കൊടിമരത്തിൽ സ്വന്തം കുതിരയെ കെട്ടണം എന്നുള്ള ആ മോഹം കൊച്ചു കുട്ടികളിലേക്ക് വരെ കുത്തിവെക്കുന്നിടത്ത് ഞാനും നിങ്ങളും മതം പറയാതെ, മതത്തിന്റെ പേരിൽ സംഘടിക്കാതെ മാറി നിന്നാൽ ഈ നാട് വർഗീയമായി ധ്രുവീകരിക്കാതെ ഇരിക്കും എന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ തലയ്ക്കകത്തോളം വല്ലതും വേണമായിരിക്കും. സ്ഥിരബുദ്ധി ഇല്ലാത്തവരായ മാത്രമേ ഈ മണ്ണ് നമ്മൾ മാറി നിന്നാൽ, നമ്മൾ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരെ സംഘടിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ ഈ മണ്ണ് വർഗീയമായി ധ്രുവീകരിക്കപ്പെടില്ല. കാരണം കേരളം ഒരു വലിയ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു, വർഗീയ ധ്രുവീകരണം നടക്കുന്നു, സിനിമാ താരങ്ങളെ പോലും വർഗീയമായി മാറ്റി നിർത്തി ചിന്തിക്കുന്നു എന്നൊക്കെ ഇപ്പൊ ഇങ്ങനെ
പരിണിത പ്രജ്ഞർ എന്ന് അഭിനയിക്കുന്നവർ പറയുന്നു, ഏത് രംഗത്തും നമ്മളിപ്പോൾ മതം മാത്രം ചിന്തിക്കുന്നു. വാണിജ്യ രംഗത്ത് മതത്തെ പറ്റി നമ്മൾ പറയുന്നു, അല്ലെ? ആഹാര രംഗത്ത്, എല്ലാ രംഗത്തേക്കും മതം കയറ്റിവിടാനുള്ള ഒരു പരിശ്രമം, അത് നമ്മളെ പോലുള്ളവരുടെ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ ഈ മനസ്സ്, ഈ ടിപ്പുവിന്റെ മനസ്സ്, അത് നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പിക്കാൻ ഈ മണ്ണിന് കഴിയാത്തിടത്തോളം കാലം ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിച്ചേ മതിയാകുള്ളൂ. ആ മനസ്സ് എന്ന് നഷ്ടപ്പെടുന്നുവോ അത് നമുക്ക് പിന്നെ പ്രവർത്തിച്ചു കൊള്ളണം എന്നില്ല. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട്, ആ മനസ്സിപ്പോ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. ആ മനസ്സ് കൂടുതൽ ശക്തമായി ഉരുത്തിരിഞ്ഞ്, അല്ലെ, അതൊരു ഭീകരമായ രൂപത്തിലേക്ക് വളർന്നുകൊണ്ട് നമ്മുടെയൊക്കെ നാളെ എന്താണ്? ഇന്നലെകളിൽ കാശ്മീരികളിൽ കണ്ടതുപോലുള്ള നോട്ടീസ്, റിലീവ് ഗലീവ് യാ ചലീവ് എന്ന് മറ്റേ വാതുക്കൽ എഴുതി വെച്ചത് എന്നാണോ നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വരിക, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മറപ്പടിയിൽ വരിക എന്നുള്ള ആശങ്ക. കാരണം ഈ ടിപ്പുവിന്റെ മനസ്സ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭാഷയറിയാതെ, സ്ഥലമേതെന്നറിയാതെ അറ്റ്ലാന്റിക്കിലെ വെള്ളം മുഴുവൻ കുടിച്ച് ഭാരതീയരെ മുഴുവൻ മതം മാറ്റാമെന്ന ലക്ഷ്യത്തോടുകൂടി വന്ന് എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് നമ്മളോട് മതം പറഞ്ഞ് നമ്മളെ ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മനസ്സ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമോ? ഇന്നും മുക്കിലും മൂലയിലും മതം മാറ്റ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ, മുക്കിലും മൂലയിലും സ്വന്തം മതചിഹ്നങ്ങൾ സ്ഥാപിക്കാനുള്ള വ്യഗ്രതയുമായി നടക്കുമ്പോൾ, ആ മനസ്സ് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാത്തിടത്തോളം കാലം, ആ മനസ്സിനൊരു പരിവർത്തനം വന്നു എന്ന് ഉറപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് മാത്രമായിട്ട് മതപരമായി ചിന്തിക്കാതിരിക്കാൻ കഴിയൂ. ആ മനസ്സ് മാറുന്ന സമയത്ത്, അങ്ങനെ ഒരു മോഹമില്ലാത്ത കാലത്ത് തീർച്ചയായും ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാൻ, പിന്നെ പ്രവർത്തിക്കാൻ ഒന്നുമില്ല. സംഘടനയ്ക്ക് വേണ്ടിയല്ലല്ലോ, സംഘടന സമാജത്തിന് വേണ്ടിയാണ്. അപ്പൊ ആ മനസ്സ് എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. വേദങ്ങൾ മുഴുവൻ ആഴത്തിൽ പഠിച്ച് വലിച്ചു വാരിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി അതിലൂടെ എങ്ങനെ ഈ സനാതനധർമ്മത്തെ, വേദങ്ങളുടെ മഹിമയെ ഇല്ലാതാക്കിയാൽ സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ എന്ന മാക്സ് മുള്ളറിന്റെ മനസ്സ്, അത് ഈ മണ്ണിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്നും വേദമന്ത്രങ്ങളെയൊക്കെ തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിന്റെ അറിവുകളെ മുഴുവൻ അപഹസിക്കുന്ന മാക്സ് മുള്ളർമാർ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ ആ മനസ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കൂ. അങ്ങനെ ഓരോരുത്തരും ഓരോ രംഗത്തും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാരന്റെ അടിമയെ പോലെ വെറും അവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ക്ലർക്കുമാരാക്കി മാറ്റാൻ ഉള്ള മനസ്സ് വിദ്യാഭ്യാസ വിചക്ഷണന്മാർക്ക് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്നും പാഠ്യപദ്ധതിയിലൂടെ നമുക്ക് തരുന്ന ബോധവൽക്കരണത്തിലൂടെ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ നാടിനെ വെറുപ്പിക്കാൻ, ഇതെല്ലാം മോശമാണ് എന്ന് ചിന്തിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം 21ാം സംസ്ഥാന സമ്മേളനത്തിലും ഗൗരവമായി ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ഇനിയുള്ള നാളുകൾ ഈ ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പ് നമുക്ക് സാധിക്കും എന്ന് ചിന്തിച്ചേ നമുക്ക് മതിയാവുള്ളൂ. ഹൈന്ദവ കേരളത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി വന്നാൽ ഒരു പരശു എറിയാനുള്ള ഭാർഗവത്വം നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. പരശു എറിഞ്ഞ് കടലിലാണ്ട കേരളത്തെ വീണ്ടെടുത്ത പരശുരാമനെ പോലെ ഈ ഹൈന്ദവ കേരളത്തെ ഒന്ന് വീണ്ടെടുക്കാൻ, അതിനുള്ള എന്തൊക്കെ തന്നെ അലയടിക്കുന്ന സമുദ്രമായിക്കൊള്ളട്ടെ, അതിനെ കാതങ്ങൾ പുറകോട്ട് മാറ്റി ഈ ഹൈന്ദവ കേരളത്തെ വീണ്ടെടുക്കാൻ ഒരു പക്ഷേ മതവർഗീയതയാകുന്ന സുനാമിയും രാഷ്ട്രീയ എന്താ പറയുക നമ്മളെ ഒറ്റപ്പെടുത്തലാകുന്ന ഭൂമി കുലുക്കും എന്തോ നടന്നോട്ടെ, പക്ഷെ അതിന്റെ ഒക്കെ ഓരത്ത് നിന്നുകൊണ്ട് ഈ ഹൈന്ദവ കേരളത്തെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ആ ഭാർഗവത്വം അത് ഈ സമാജത്തിന് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യവുമായാണ് നമ്മൾ വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങുന്നത്. വൈക്കത്തിന്റെ മണ്ണിൽ നിന്ന് ആ ഭാർഗവത്വം നമ്മൾ ഒന്നുകൂടെ ശക്തമായി നമ്മളിലേക്ക് ആവാഹിക്കുകയാണ്. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ എന്ന ബോധം അതാണ് നമ്മളെ നമ്മുടെ ശക്തി ചോർത്തുന്നത്. അതാണെങ്കിൽ നമ്മളിൽ അന്ത്യജൻ അഗ്രജനില്ല, ജാതി ഉണ്ടാകാം, ജാതി ഭേദമില്ല, ജാതിയുടെ ഉച്ചനീചത്വങ്ങളില്ല, നമ്മളെല്ലാം ഒന്നാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം അതാണ്. സനാതനധർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല സനാതനധർമ്മത്തിന്റെ തകരാറുകൾ പരിഹരിക്കേണ്ടത്, അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അതിന്റെ ശുദ്ധി തിരിച്ചെടുത്ത് അതിന്റെ കരുത്ത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയേ മതിയാകൂ. അതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശം. ഞാനൊരു ഹിന്ദുവാണ് എന്ന പ്രതിജ്ഞയാണ് അതിന്റെ ഏറ്റവും മർമ്മം. അപ്പൊ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഭാർഗവത്വം, ഹൈന്ദവ കേരളത്തെ തിരിച്ചു പിടിക്കാനുള്ള ഭാർഗവത്വം അത് സമാജത്തിന് ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ ലക്ഷ്യമാണ്. കട്ടിംഗ് സൗത്തുകാർ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കേരളം അടക്കമുള്ള തമിഴകം അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ, കട്ടിംഗ് സൗത്ത് എന്ന ദക്ഷിണേന്ത്യയാണല്ലോ മുറിച്ചു മാറ്റുന്നത്. നമുക്ക് ശ്രീരാമചന്ദ്രനെ പോലെ ബ്രിഡ്ജിങ്ങിന്റെ ആളുകളാകണം. രാമസേതു സേതു ബന്ധിക്കാനുള്ളതാണല്ലോ. ആ സേതു ബന്ധനത്തിന്റെ ബ്രിഡ്ജിങ്ങിന്റെ സന്ദേശം ഏറ്റുവാങ്ങി നമ്മൾ ഈ ഭാരതത്തിന്റെ അവിഭാജ്യമായ ഭാഗമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ ഇനിയുമേറെ നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. പക്ഷെ ഒട്ടും ആശങ്കയ്ക്ക് വകയില്ല എന്നാണ് ഇന്നലെയുള്ള ഹിന്ദു നേതൃസമ്മേളനം നമ്മളോട് പറഞ്ഞത്.
ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നല്ല അവർ പറഞ്ഞത്, നമ്മൾ ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഇന്നലെ വന്ന ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 150-150-ലധികം സമുദായങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്ന ഇവിടെ വന്ന നേതൃത്വം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു അകൽച്ചയുണ്ട്. ഞങ്ങളും നിങ്ങളും ഉണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നല്ല അവർ പറഞ്ഞത്, നമ്മൾ ഒന്നാണ്, നമുക്ക് ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്, പോകാൻ ഒരുമിച്ച് തന്നെ നീങ്ങാം, കൈകോർത്ത് പിടിച്ച്. എങ്ങനെയാണോ വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്കറിയാലോ തുടക്കത്തില്ലേ, ബാഹുലേയനും കുഞ്ഞാപ്പയും ഗോവിന്ദപ്പണിക്കരും ഒക്കെ കൈകോർത്ത് പിടിച്ച് മറ്റ് രണ്ടുപേരില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഗോവിന്ദപ്പണിക്കരുടെ മനസ്സ് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട്, എന്ത് തന്നെ തടസ്സം, തീണ്ടാൽ പലകയല്ല, പോലീസല്ല, മറ്റെന്ത് സംവിധാനം മുന്നോട്ട് വന്നാലും ഒന്നിച്ചു തന്നെ നമ്മൾ സനാതന ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോകും. നമുക്ക് ധാരാളം പ്രവർത്തിക്കാനുണ്ട്. ഇന്നലെ നമ്മുടെ പ്രവർത്തനത്തിന് ദിശാബോധം പകർന്നുകൊണ്ട് നേതൃസമ്മേളനം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പ്രമേയം പാസാക്കിയിട്ടുണ്ട്. നമ്മെ സമാജത്തിന്റെ എല്ലാ അർത്ഥത്തിലും മത്സരിച്ച് മുന്നേറുന്ന ഈ ലോകത്തില് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടുന്നതെല്ലാം നമ്മൾ തന്നെ സ്വയം നമുക്ക് വഴി ഉണ്ടാക്കണം. അപ്പൊ നമ്മളെ പിന്നോക്ക് പോക്കിന് ആക്കം കൂട്ടുന്ന മതസംവരണം എന്ന, ശരിക്കും പറഞ്ഞാൽ അതൊരു ഭീകരതയാണ്. മതസംഘടനകൾ നടത്തുന്ന ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്ന മതസംവരണം എന്ന ഭീകരത, അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ എതിർക്കണം. ഭരണഘടന മതസംവരണം പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ 12% മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന സംവരണം, അതുപോലെ തന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ എന്ന പേരിൽ സംവരണ തത്വങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഒപ്പം പ്രവർത്തിക്കാം എന്ന് കൈകോർത്താണ് നമ്മൾ പിരിഞ്ഞത്. ഇത് ഇല്ലാതാക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ മതിയാകൂ. അപ്പൊ അത് ഇന്നലെ എല്ലാവരും നമുക്ക് ഒരുമിച്ച് അതിനെതിരെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പൊ ഭേദഭാവങ്ങളില്ലാതെ, അയിത്തമോ അനാചാരമോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, വൈക്കം സത്യാഗ്രഹത്തിനൊക്കെ നമ്മെ പ്രേരിപ്പിച്ചത് കുമാരനാശാന്റെ ദുരവസ്ഥയിൽ ജാതിയെപ്പറ്റി പറഞ്ഞ ഗതികെട്ട അവസ്ഥയാണെങ്കിൽ ആ ദുരവസ്ഥയൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരാതെ ഹിന്ദുവിന്റെ നല്ല നാളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. നന്ദി. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരഭടന്മാർ ഒരുമിച്ച് ഏറ്റുചൊല്ലിയ പ്രതിജ്ഞയിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് ഉറക്കെ പറഞ്ഞ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തിയ KP ശശികല ടീച്ചർക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ 21ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദക്ഷിണ ക്ഷേത്ര കാര്യവാഹ് ശ്രീ M രാധാകൃഷ്ണേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷ,